എത്തിക്കേണ്ടത് 50 വയസ്സായ എന്റെ കാരണവരെ, 40 വയസ്സായ എന്റെ കൂട്ടുകാരാ, 30 വയസ്സായ എന്റെ ചെറുപ്പക്കാരാ, എത്ര റമദാനുകളാ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്, എത്ര തറാവീഹുകളാ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. ഒരുപാട് വാളുകൾ നമ്മൾ കേട്ടില്ലയോ? റമദാനിന്റെ മഹത്വങ്ങൾ നമ്മൾ കേട്ടില്ലയോ? ആ റമദാന് നാം കണ്ണു കൊടുത്തിട്ടുണ്ടോ? ആ റമദാന് നാം കാത് കൊടുത്തിട്ടുണ്ടോ? വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിക്കണമെങ്കിലോ ഇസ്ലാമിന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇൽമിന്റെ മജ്‌ലിസുകൾ നമ്മൾ കാണുമ്പോ, ആയത്തുകൾ ഓതുന്ന മജ്‌ലിസുകൾ നമ്മൾ കാണുമ്പോ, ഇസ്ലാമിക ശരീഅത്തിന്റെ വിശദീകരണങ്ങൾ പറയപ്പെടുന്ന സദസ്സ് കാണുമ്പോ അവിടെ നമ്മൾ പോയിരിക്കണം. നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കിയെടുക്കാതെ കല്ലായ ഹൃദയവുമായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയാനാ നീ തയ്യാറാകുന്നെങ്കിൽ നാളെ ആഖിറത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യദിനത്തിലെ അവസാന മനുഷ്യൻ വരെ ഒരുമിച്ച് കൂടുന്ന ചെരുപ്പില്ലാതെ, സുന്നത്ത് കല്യാണം കഴിക്കാതെ, വസ്ത്രം ധരിക്കാത്ത രൂപത്തിൽ ആണും പെണ്ണും ഒന്നിച്ചു കൂടി ഒരു ചാണകല സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ നിന്റെ സമ്പത്ത് നീ എന്തിനാ ചെലവഴിച്ച്, നിന്റെ ആയുസ് നീ എന്തിനാ ചെലവഴിച്ച്, നിന്റെ യുവത്വം നീ എന്തിനാ ചെലവഴിച്ച്, നിന്റെ ഇൽമ് നീ എന്തിനാ ചെലവഴിച്ച്? ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ച കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ,